ഒരു അടിപൊളി താളുതോരൻ ഉണ്ടാക്കിയാലോ? അപ്പോൾ ആദ്യം തന്നെ താളുതണ്ടൊക്കെ ഒന്ന് മുറിച്ചെടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ടിട്ട് കട്ടി കുറച്ച് കുനുകുനാന്നൊന്ന് അരിഞ്ഞെടുക്കാം. അങ്ങനെ താളുതണ്ടെല്ലാം ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കുറച്ചധികം ചുവന്നുള്ളി അരിഞ്ഞതും തേങ്ങ ചിരകിയതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കൈവച്ച് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകിട്ട് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ താളുന്തണ്ടും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതൊന്ന് തട്ടിപ്പൊത്തി കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ചേമ്പന്തണ്ടായതുകൊണ്ട് അതിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വരും. അതുകൊണ്ട് കുറച്ച് നേരം നമുക്ക് തുറന്നും കൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി താളുതോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല ചൂട് ചോറിൻ്റെ കൂടെ താളുതോരൻ ഇട്ട് ഇളക്കി കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ കഴിച്ചിട്ടില്ലാത്തവർ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.